തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ നാളെ വിധിയെഴുതും. ഇന്നലെ പരസ്യപ്രചാരണം അവസാനിച്ചതോടെ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. രാവിലെ മുതൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ബൂത്തിലെത്തിക്കും. ഒന്നാം ഘട്ടത്തിൽ ആകെ 36,630 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. കൊട്ടിക്കലാശം കഴിഞ്ഞു. ആവേശത്തിന്റെ അലകൾ അടങ്ങി. ഇന്നലത്തെ പകലിൽ മുന്നണികൾ അവരുടെ ശക്തി തെരുവുകളിൽ പ്രദർശിപ്പിച്ചു. ഉച്ചഭാഷിണിയുടെ ശബ്ദഘോഷങ്ങളില്ലാതെ ഇന്ന് നിശബ്ദ പ്രചാരണം. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിട്ട ഓട്ടത്തിലാകും ഇന്ന് സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആകെ 15,432 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒന്നാം ഘട്ടത്തിലുള്ളത്. 100% പോളിംഗ് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്മീഷന്റെ ഉദ്ദേശം. അതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ജില്ലാ തലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലും എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. 7 ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിൽ 11,168 വാർഡുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുക. 1.32 കോടി വോട്ടർമാരാണ് ഒന്നാം ഘട്ടത്തിലുള്ളത്. കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം എന്നീ 3 കോർപ്പറേഷനുകളും നാളെ വിധിയെഴുതും. ഈ 3 കോർപ്പറേഷനുകളും എല്ലാ ജില്ലാ പഞ്ചായത്തുകളും ഇടതുമുന്നണിയുടെ കയ്യിലാണ്. ഇത്തവണയും ആധിപത്യം തുടരാനാകുമെന്നാണ് CPIMന്റെ ആത്മവിശ്വാസം. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ തവണത്തെ ചിത്രം മാറ്റുമെന്ന് UDFും കോൺഗ്രസും കരുതുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കലാണ് ഒന്നാം ഘട്ടത്തിൽ BJP കണ്ണുവെക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.